ഇന്ന് നമ്മൾ ഡോണറ്റാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഡോണറ്റ് കടയിൽ പോയി മേടിക്കൊന്നും വേണ്ട, വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അതേപോലെ കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ക്രിസ്പിയും സ്പോഞ്ചി ലുക്കുമാണ്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ട, അതായത് റൂം ടെമ്പറേച്ചറിലുള്ളത്. ഫ്രിഡ്ജിലാണെങ്കിൽ പുറത്തെടുത്ത് വെക്കുക കുറച്ച് നേരം, എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. ഒരു മുട്ടയാണ് നമുക്ക് ആദ്യം വേണ്ടത്. രണ്ടും യെല്ലോവും വേണം വൈറ്റും വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഞാനിപ്പോൾ എല്ലാം മെഷർമെൻറ്റ് സ്പൂണിലാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് സ്പൂൺ ഒന്നും ഇല്ലെങ്കിൽ സാധാരണ വലിയ സ്പൂൺ ഉണ്ടല്ലോ, അതിലൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താൽ മതി. എന്നിട്ട് മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ ചെറിയ ഗ്രാന്യൂൾസ് ആണ്, അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ വലിയ വലിയ തരിയാണെങ്കിൽ പൊടിച്ചെടുക്കണം പഞ്ചസാര. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ചെറു ചൂടുള്ള പാല്. ഒരുപാട് തണുപ്പുള്ളതല്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആറാനായിട്ട് വെക്കാം. ചെറിയ ചൂട് മതി, ഒരുപാട് വരാനൊന്നും പാടില്ല. ഭയങ്കര ഹോട്ടായിട്ട് ഇരിക്കരുത്. അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ മുഴുവനായിട്ടുള്ള പഞ്ചസാര അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കലങ്ങി കിട്ടില്ല. അതുകൊണ്ടാണ് പൊടിച്ച പഞ്ചസാര എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ്, വെളിച്ചെണ്ണ അല്ല. സാധാരണ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദ. ഇതും ഞാൻ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്, 250 ml. അത് നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഗ്ലാസ്സിൽ 2 ഗ്ലാസ് എടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്. 1 ടീസ്പൂണാണ്, അതായത് ചെറിയ സ്പൂൺ. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ മാവിലേക്ക് ചേർത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കലക്കി വെച്ച പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് വേണമെങ്കിലും ചേർത്താം. അപ്പോൾ പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം ഞാൻ മൈദയിലേക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യണം. നമുക്കിനി അതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ പാലിൻ്റെ കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മാവ് പോലെ കുഴച്ചെടുക്കുക. ഓരോ മാവിനും വ്യത്യാസമായിരിക്കും അളവ്, അതുകൊണ്ട് പതുക്കെ ആ കൂട്ട് ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് മാറ്റുക. ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചിട്ട് പിന്നെ അത് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാവ് ഇടണം. അതൊരു വല്ലാത്തൊരു പണിയാണ്. അപ്പോൾ അളവ് നോക്കിയിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മീതെ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അപ്പോഴേക്കും ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് മാവൊക്കെ ഒന്ന് പൊങ്ങി വരും. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം ഡോ. എന്നിട്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയതാണ്. നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, പാത്രം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പൊങ്ങി വരണം മാവ്, എന്നാലാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ ഫുൾ പാത്രമായി. ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അകത്തേക്ക് പോകണം. ഇത്രയും സോഫ്റ്റ് ആയിരിക്കണം ഡോണറ്റിനുള്ള ഡോ കുഴയ്ക്കുന്ന സമയത്ത്. നമുക്ക് വീണ്ടും ഇത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ഇതിന്ന് ഒരു വലിയ ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ചെറുതല്ല, ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെയല്ല, അതിലും ഒരു ഡബിൾ സൈസ് എടുക്കാം. ചിലരൊക്കെ ഇത് ഫുള്ളായിട്ട് എടുത്തൊന്ന് പരത്തിയിട്ട് ഒറ്റയടിക്ക് കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് വെക്കും. ഞാനിപ്പോൾ കുറച്ചൊരു വലിയ ബോള് ആക്കി എടുത്തിട്ടാണ് പരത്തുന്നത്. ഇനി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൂടി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും എടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും നമുക്കൊരു മൂടി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് തന്നെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാം. ഇനി മിഡിലിൽ നമുക്ക് ഇതുപോലെ ഹോള് വെക്കണമല്ലോ ഡോണറ്റിന്. അതിന് ഏതെങ്കിലും ഒരു നോസിലോ അല്ലെങ്കിൽ പെന്നിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. വീട്ടിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒന്ന് ശരിയാക്കി വെക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി വെക്കാം. ഇപ്പം ഞാൻ ചെറിയ മൂടിയാണ് എടുത്തിരിക്കുന്നത്, അത്രയും വലുത് വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ മൂടിയുടെ തന്നെ പകുതി ഭാഗം, അതായത് ഒരു മൂൺ ഷേപ്പും ആക്കാം. എന്ത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയാൽ നമ്മൾ വീട്ടിൽ തന്നെ അല്ലേ, കുട്ടികൾക്ക് തന്നെ അല്ലേ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം.
ഇപ്പം നമ്മൾ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ മാവുണ്ട്, അത് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. റിഫൈൻഡ് ഓയിലാണ്, നല്ലപോലെ ചൂടാവണം. കുറച്ച് മാവിട്ട് കൊടുക്കുമ്പോൾ അപ്പം തന്നെ പൊങ്ങി വരികയാണെങ്കിൽ ഇത് കറക്റ്റ് പരുവായിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നന്നായിട്ട് പൊങ്ങി വരും. അത് കടയിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല പൊങ്ങിയ ഡോണറ്റ് അതുപോലെ പൊങ്ങും അത്. ഇനി രണ്ട് ഭാഗവും ഒരു തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗവും മുരിയിച്ചെടുത്തിട്ട് സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്ന് റെഡിയായി. ഇതുപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ ശരിയാക്കാനുണ്ട്. ഒരുമിച്ച് എല്ലാം കൂടെ വറുത്ത് കോരി വെക്കണ്ട, കാരണം നമ്മളിത് പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. ചൂടാറി കഴിഞ്ഞാൽ ഇത് പഞ്ചസാരയിൽ കോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആദ്യം 2 or 3 ചെയ്യുക, എന്നിട്ട് പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്യുക. ചൂടോടെ തന്നെ നമുക്ക് ഇത് പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ ചെറിയ ഗ്രാനുവൽസ് ആണെങ്കിൽ അതേപോലെ തന്നെ എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ചൂടോടെ നമുക്ക് പഞ്ചസാരയിൽ കോട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് ആ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് വറുത്ത് കോരാം. എല്ലാം കൂടെ വറുത്ത് കോരി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ആറിപ്പോവും. ഇപ്പം ബാക്കിയുള്ള മാവ് പോലും ഇതുപോലെ ഞാൻ പരത്തിയിട്ട് എല്ലാം പഞ്ചസാരയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പരത്തുക, ഷേപ്പാക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോട്ട് ചെയ്യാം. അതുപോലെ നല്ല സോഫ്റ്റാണിത്, നല്ല പുറമെ നല്ല ജ്യൂസിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ആർക്കാണ് ഇഷ്ടപ്പെടാതെ, വലിയവർ പോലും കഴിച്ചു പോകും. ഇത് നല്ല ടേസ്റ്റാണ്, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെ തന്നെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ മൂൺ ഷേപ്പിലും ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വരുത്തിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കാം. ഇപ്പോൾ ഒരു പീസ് ഞാൻ ന്യൂട്ടല്ലയിൽ ഡിപ്പ് ചെയ്തതാണ്. ചോക്ലേറ്റ് ഒന്നും ഇല്ലാത്ത കാരണം വീട്ടിലെപ്പോഴും ചോക്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ന്യൂട്ടല്ലയൊക്കെ ഉള്ള സമയത്ത് ഇതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈസിയാണ് ചെയ്യാനായിട്ട്. വീട്ടിലെല്ലാം പഞ്ചസാര ഉണ്ടാവും, അപ്പത്തിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റും കാണും, എല്ലാ വീട്ടിലും മൈദയും ഉണ്ടാവും. അപ്പം നല്ല ജ്യൂസി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഡോനറ്റ് എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം. റൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല അതിന്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം.